ഹലോ ഓൾ, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. ഇന്ന് നമ്മൾ നോക്കുന്നത് 10ാം ക്ലാസ്സിൻ്റെ കേരള പാഠാവലിയാണ്. മലയാളം കേരള പാഠാവലി 10th. ഓക്കെ, നമ്മൾ നോക്കുന്നത് യൂണിറ്റ് 1 ആണ്. ഭാഷ പൂത്തും സംസ്കാരം തളിർത്തും. അതിലെ 3ാമത്തെ ചാപ്റ്ററായ മാതൃഭാഷ നമ്മുടെ ഉള്ളിൽ ഒഴുകുന്ന ജീവനദി എന്ന പാഠമാണ്. പാഠത്തിൻ്റെ മുഴുവൻ വായന, വിശദീകരണം, പ്രവർത്തനങ്ങൾ, അവയുടെ ഉത്തരങ്ങൾ എല്ലാം ഉൾപ്പെടുന്ന ക്ലാസ്സാണിത്. പ്രവർത്തനങ്ങൾ, ചോദ്യോത്തരങ്ങൾ എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ക്ലാസ്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണ് നിങ്ങളെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നോക്കാം. മാതൃഭാഷ നമ്മുടെ ഉള്ളിൽ ഒഴുകുന്ന ജീവനദി. ഭാഷ ചിറകാകുമ്പോൾ ഏതാകാശവും നമ്മുടേത്. നമുക്ക് നോക്കാം എന്താണ് പറയുന്നത് എന്നുള്ളത്. കുറേ വർഷങ്ങൾക്ക് മുമ്പത്തെ കാര്യമാണ്. മകൾക്ക് അപ്പോൾ 5 വയസ്സ്. പരീക്ഷ കഴിഞ്ഞ് വേനൽ അവധി ആരംഭിച്ചു. തോട്ടത്തിലെ വീട്ടിലാണ് ഞങ്ങൾ താമസിച്ചിരുന്നത്. അവധിയുടെ ആഹ്ലാദം അനുഭവിക്കുന്നവരായ ഞാനും അവളും പച്ചക്കറി വാങ്ങാനായി പുറപ്പെട്ടു. അതിനു മുമ്പ് ഞങ്ങൾ ഒരു കരാറിലെത്തിയിരുന്നു. അതായത് പച്ചക്കറി വിൽപ്പനക്കാരോട് അവൾ തന്നെ വിലപേശി നിശ്ചയിക്കണം. ഞാൻ അതിലൊന്നും തലയിടാൻ പാടില്ല. മഹാബലിപുരം എന്ന ചെറിയ ഗ്രാമത്തിലെ വഴിയോരത്തുള്ള പച്ചക്കറിക്കടയാണ്. മകൾ ചെന്ന് കടയിലുണ്ടായിരുന്ന വൃദ്ധയുടെ മുമ്പിൽ നിന്ന് മുളകിന് ചില്ലി, വഴുതനങ്ങയ്ക്ക് ബ്രിഞ്ചാൾ, ഉരുളക്കിഴങ്ങിന് പൊട്ടറ്റോ, ഇങ്ങനെ എല്ലാ പച്ചക്കറികളുടെയും പേര് ഇംഗ്ലീഷിൽ പറഞ്ഞ് ആവശ്യപ്പെടുകയാണ്. കടയിലെ വൃദ്ധയ്ക്ക് ഒന്നും മനസ്സിലാകുന്നില്ല. ഒടുവിൽ അവൾ എന്തു ചെയ്തു? പച്ചക്കറികളെല്ലാം കൈകൊണ്ട് തൊട്ട് കാണിച്ച് ഇത് വേണം അത് വേണം എന്ന് പറഞ്ഞ് വാങ്ങി. അടുത്തു നിന്ന് നോക്കിക്കൊണ്ടിരുന്ന എൻ്റെ ഉള്ളിൽ കോപം തിളച്ചു മറിഞ്ഞു. അപ്പോൾ ഇതിൽ എന്താണ് പറയുന്നതെന്ന് ആദ്യം പറയാം. അപ്പോൾ അച്ഛനും മകളും 5 വയസ്സുള്ളൊരു കുട്ടിയാണ്. ആ കുട്ടി വേനൽ അവധിക്ക് ഇവർ തോട്ടത്തിലെ വീട്ടിൽ താമസിക്കുന്നു. അതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അവർ പച്ചക്കറി വാങ്ങാൻ പോയപ്പോൾ അവിടെ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ, കുട്ടി മലയാളമല്ല പറയുന്നത്. കടയിലിരിക്കുന്ന വൃദ്ധയ്ക്ക് മലയാളം മാത്രമേ അറിയുള്ളൂ. കുട്ടി പറയുന്നത് ഇംഗ്ലീഷിലാണ് ഓരോ പച്ചക്കറിയുടെയും പേര് പറയുന്നത്. അവർക്കത് മനസ്സിലായില്ല. ഒടുവിൽ തൊട്ട് കാണിച്ചു കൊടുക്കുകയാണ്, ഇത് വേണം അത് വേണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇത് കണ്ടു നിന്ന അച്ഛന് എന്ത് സംഭവിച്ചു? ദേഷ്യം വരാൻ തുടങ്ങി. ഒപ്പം അവാച്യമായ ഒരു വേദനയും തോന്നി. പിന്നീട് അയാൾക്ക് സങ്കടവും വന്നു. എന്താണ്? എൻ്റെ മകൾ മാതൃഭാഷ ശരിക്കും പഠിച്ചില്ലെങ്കിൽ എന്താകും? അപ്പോൾ ആ കുട്ടിക്ക് മാതൃഭാഷ അറിയുന്നില്ല. അതാണ് പ്രശ്നം. പറയൂ. വീട്ടിൽ വന്ന ശേഷം ഞാനും ഭാര്യയും തമ്മിൽ വഴക്ക്. കാരണം എൻ്റെ മകളെ സ്കൂളിൽ ചേർക്കുമ്പോൾ മാതൃഭാഷയ്ക്ക് പ്രാധാന്യം നൽകാതെ ഹിന്ദി, ഫ്രഞ്ച് തുടങ്ങിയ അന്യഭാഷകൾ പഠിച്ചാൽ ഭാവിയിൽ പ്രയോജനമുണ്ടാകുമെന്ന് ആലോചിച്ചത് അവളാണ്. മാതൃഭാഷ നിർബന്ധമായും പഠിക്കണമെന്ന് ശഠിക്കുന്നവനായിരുന്നു ഞാൻ. അപ്പോൾ അവിടെ എന്തായിരുന്നു പ്രശ്നം? തിരിച്ച് വീട്ടിൽ വന്നിട്ട് ഇയാളും ഭാര്യയും കൂടി അടി. എന്താണ്? ഭാര്യയാണ് അന്യഭാഷകൾ പഠിപ്പിക്കാനുള്ള ഇത് കൊടുത്തത് കുട്ടിക്ക്. ഇയാൾക്ക് എന്തായിരുന്നു താല്പര്യം? മാതൃഭാഷ നിർബന്ധമായിട്ടും ഒരു സബ്ജക്റ്റായിട്ട് മാതൃഭാഷ പഠിപ്പിക്കണം എന്ന ആഗ്രഹമുള്ള ആളായിരുന്നു ഇയാൾ. എൻ്റെ മാതൃഭാഷ കന്നഡയാണ്. അപ്പോൾ അയാളുടെ മാതൃഭാഷ കന്നഡയാണ്. അത് പഠിക്കുക തന്നെ വേണമോ എന്ന ചോദ്യം എൻ്റെ ജീവിതത്തിൽ വന്നതേയില്ല. മസ്റ്റായിട്ട് പഠിക്കണം. അത് പഠിക്കണോ വേണ്ടയോ എന്ന ക്വസ്റ്റ്യൻ അന്ന് ഉണ്ടായിരുന്നില്ല. മുട്ടുകാലിൽ നടക്കുന്നത് പോലെ സ്വാഭാവികമായി സരളമായി ഞാനത് പഠിച്ചു. ഇപ്പോൾ കന്നഡ, തമിഴ്, മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി തുടങ്ങി പല ഭാഷകൾ എന്നിൽ കുടികൊള്ളുന്നുണ്ട്. അപ്പോൾ അയാൾ മാതൃഭാഷ പഠിച്ചു. അതിനുശേഷം അയാൾക്ക് തമിഴ്, മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി എല്ലാ ഭാഷകളും അയാൾക്ക് അറിയാം. ഇപ്പോൾ മാതൃഭാഷയായ കന്നഡ ഒഴികെ മറ്റെല്ലാ ഭാഷകളും എൻ്റെ ആവശ്യങ്ങൾക്കായി, തൊഴിലിനായി പഠിച്ചതാണ്. എൻ്റെ മാതൃഭാഷയിൽ സ്പഷ്ടമായി എഴുതാനും വായിക്കാനും എനിക്കറിയാം. എൻ്റെ ഭാഷയിലെ ശ്രേഷ്ഠരായ സാഹിത്യകാരരെ, അവർ രചിച്ച സാഹിത്യകൃതികളെ ഞാൻ വായിച്ചിട്ടുണ്ട്. ആ ചിന്തകൾ എന്നെ ഒരു ശില്പമെന്ന പോലെ കൊത്തി രൂപപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അയാൾ പറയുന്നത് അയാൾക്ക് അയാളുടെ മാതൃഭാഷ നന്നായി തന്നെ അറിയാം. ആ മാതൃഭാഷയിലെ എഴുത്തുകാരെ, അവരുടെ എഴുത്തുകളെ എല്ലാം വായിക്കും. അങ്ങനെ എല്ലാമാണ് അയാൾ പറയുന്നത്. ഞാൻ ശ്വസിക്കുന്ന വായുവിനെ പോലെ, ഉണ്ണുന്ന ചോറ് പോലെ, എൻ്റെ അമ്മ പറയുന്ന കഥകൾ കേട്ട് എണ്ണിത്തീർന്ന നക്ഷത്രങ്ങളെ പോലെ, എൻ്റെ ഞരമ്പുകളിൽ ഒഴുകുന്ന രക്തത്തെ പോലെ കന്നഡ ഭാഷയും എൻ്റെ ഉള്ളിൽ ഒഴുകുന്നുണ്ട്. എൻ്റെ മാതൃഭാഷ നല്ലവണ്ണം പഠിച്ചതുകൊണ്ട് തന്നെയാണ് മറ്റു ഭാഷകൾ വളരെ എളുപ്പം പഠിക്കാൻ എനിക്ക് കഴിഞ്ഞത്. അയാൾ പറയുന്ന ഒരു കാര്യം, നമ്മുടെ മാതൃഭാഷ വൃത്തിയായി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് മറ്റു ഭാഷകളും ഈസിയായിട്ട് പഠിക്കാൻ സാധിക്കും എന്നതാണ്. എൻ്റെ മാതൃഭാഷ കന്നഡ. എൻ്റെ മകളുടെ മാതൃഭാഷ തമിഴ്. എന്തുകൊണ്ടെന്നാൽ അവളുടെ അമ്മ തമിഴ്നാട്ടുകാരിയാണ്. അവൾ ജനിച്ചു വളർന്ന പരിസരവും തമിഴാണ്. മാതൃഭാഷ സ്ഫുരിക്കുന്ന മധുരമായ രുചി എൻ്റെ മകൾ അറിഞ്ഞില്ലല്ലോ എന്നതായിരുന്നു അന്നത്തെ എൻ്റെ ഉത്കണ്ഠയും കോപത്തിനും കാരണം. അപ്പോൾ അയാൾ കന്നഡക്കാരനും അമ്മ തമിഴ്നാട്ടുകാരിയാണ്. അപ്പോൾ അവർ വളർന്നത് തമിഴ്നാട്ടിൽ. അപ്പോൾ ഉറപ്പായിട്ട് ആ കുട്ടിക്ക് അറിയേണ്ട മാതൃഭാഷ തമിഴായിരുന്നു. പക്ഷെ ആ കുട്ടിക്ക് അത് അറിയുന്നില്ല. അതായിരുന്നു ഇയാളുടെ ഒരു ദേഷ്യത്തിനും കോപത്തിനും ഒക്കെ കാരണം.
കേവലം സംവദിക്കുന്നതിന് മാത്രമുള്ളതാണ് ഭാഷയെന്ന് ഇന്നത്തെ തലമുറ ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ട്. അതിനപ്പുറം ഒരു ഭാഷയുടെ മഹത്വം അവർക്ക് മനസ്സിലാവുന്നില്ല. എൻ്റെ അഭിപ്രായത്തിൽ ഭാഷയെന്ന് പറയുന്നത് നമ്മുടെ ആവിഷ്കാരത്തിൻ്റെ രൂപമാണ്. സുഖദുഃഖങ്ങൾ വ്യക്തമാക്കുന്ന വാഹിനിയാണിത്. നമ്മൾ ജീവിക്കുന്ന പ്രദേശത്ത് നമുക്ക് ചുറ്റുമുള്ള ജനം ഏതു ഭാഷയാണോ സംസാരിക്കുന്നത് അത് ശുദ്ധമായി സംസാരിക്കുക എന്നതാവും നാം അവർക്കു നൽകുന്ന ആദരം. ഞാൻ നിങ്ങളെപ്പോലെയല്ല, വ്യത്യസ്തനാണ് എന്നു സ്ഥാപിക്കാൻ വേണ്ടി സംസാരിക്കുന്നത് നമ്മുടെ ഉള്ളിലുള്ള സംസ്കാര ശൂന്യതയുടെ അടയാളമാണ്. അടുത്ത കാലത്ത് ഒരു സോഫ്റ്റ്വെയർ കമ്പനിയുടെ പരിപാടിക്ക് അതിഥിയായി പോയിരുന്നു. 100 കണക്കിന് യുവാക്കളും യുവതികളുമായി സംവദിക്കാൻ അവസരം കിട്ടി. അവിടെ കൂടിയവർ വിദ്യാസമ്പന്നരും വലിയ ശമ്പളം വാങ്ങുന്നവരുമായിരുന്നു. എല്ലാവരും സ്റ്റൈലായി ഇംഗ്ലീഷിൽ സംസാരിച്ചു. ഒരു ചെറുപ്പക്കാരനോട് നിങ്ങളുടെ സ്ഥലമേതാ എന്നു ഞാൻ ചോദിച്ചു. ചിക്കുമാംഗ്ലൂരിനടുത്തുള്ള ഒരു ഗ്രാമം, അയാൾ പറഞ്ഞു. പിന്നെന്താ കന്നഡയിൽ സംസാരിക്കാത്തത്? ഇയാൾ ചോദിക്കുകയാണ് കേട്ടോ. സർ, ഇംഗ്ലീഷ് മീഡിയത്തിലാണ് പഠിച്ചത്, അതുകൊണ്ട് കന്നഡ ശരിക്കറിയില്ല എന്നതായിരുന്നു അയാളുടെ മറുപടി. അയാളുടെ വാക്കുകേട്ട് ചിരിയും കോപവും ഒരുമിച്ച് വന്നു. ഈ ചെറുപ്പക്കാരൻ്റെ അന്നത്തെ ഉത്തരം ഭാവി ജനതയിലെ എല്ലാവരുടെയും ഉത്തരമായാലും അത്ഭുതപ്പെടാൻ ഒന്നുമില്ല. നഗര കേന്ദ്രീകൃത വിദ്യാലയങ്ങളിൽ മാതൃഭാഷയെ കൈയും കാലും കെട്ടി മൂലയിലിരുത്തിയിരിക്കുകയാണ്. വീടുകളിലും അതുതന്നെ ഗതി. ഭാവിയെക്കുറിച്ചുള്ള ഭയത്തിൻ്റെ തത്രപ്പാടിൽ നമ്മുടെ ഭാഷ മനസ്സിൽ നിന്ന് മാഞ്ഞു പോവുകയാണ്. മാതൃഭാഷ പഠിക്കാത്ത നമ്മുടെ മക്കൾ നമ്മോടൊപ്പം എപ്പോഴും അന്യരല്ലേ? നമ്മോടൊപ്പമുള്ളപ്പോഴും അന്യരല്ലേ? മനുഷ്യർക്ക് ജീവിതത്തിൻ്റെ അനിവാര്യതയും ആവശ്യവും കാരണം എത്ര ഭാഷ വേണമെങ്കിലും പഠിക്കാം. ഇംഗ്ലീഷിൽ സംസാരിക്കാനും എഴുതാനും പഠിക്കുന്നത് സന്തോഷകരമായ കാര്യം തന്നെ. പക്ഷേ ഇംഗ്ലീഷ് അറിയില്ല എന്നതു തന്നെ തെറ്റാണെന്നും ജീവിതത്തിലെ ദുരന്തമാണെന്നും കരുതുന്നുണ്ടല്ലോ. ഇത് എത്രത്തോളം ശരിയാണ്? അങ്ങനൊരു ശരിയില്ല എന്നാണ് അയാൾ പറയുന്നത്. അയ്യോ, എനിക്ക് ഇംഗ്ലീഷ് ഒട്ടും അറിയില്ല എന്നൊരു നാട് തന്നെ അപകർഷബോധത്തോടെ അലയുന്നത് ദുരന്തമല്ലേ? അത് പോകട്ടെ, ഇംഗ്ലീഷിൽ നെകളിച്ച് നടക്കുന്നുണ്ടല്ലോ ചിലർ. അവരെങ്കിലും ആ ഭാഷ ശരിക്കും പഠിച്ചിട്ടാണോ സംസാരിക്കുന്നത്? അതുമല്ല. ഷേക്സ്പിയർ, വേർഡ്സ്വർത്ത്, കീറ്റ്സ്, ഹെമിംഗ്വേ, മിൽട്ടൺ തുടങ്ങിയ ഇംഗ്ലീഷിലെ ഏതു ചിന്തകരെക്കുറിച്ചും ഒന്നും അറിയില്ല. ആംഗല ഭാഷയുടെ സൗന്ദര്യം, സാഹിത്യം, ദർശനങ്ങൾ തുടങ്ങിയവ ഒന്നും അറിയാതെ കേവലം വ്യാപാരത്തിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ട ചില പദങ്ങൾ മാത്രം അറിഞ്ഞുകൊണ്ട് ഇംഗ്ലീഷ് എനിക്ക് നന്നായി അറിയാമെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് സമ്മതിക്കുക? ശരിയാണല്ലേ അദ്ദേഹം ചോദിക്കുന്നത്. ഭാഷ എന്നത് കേവലം പദബന്ധമാണെന്ന് മനസ്സിലാക്കിയവർക്ക് ജീവിതം തന്നെ അറിയില്ല എന്നർത്ഥം, ജീവിക്കാനും അറിയില്ല എന്നർത്ഥം. ഇക്കാരണം കൊണ്ട് തന്നെ നമ്മുടെ ഇന്നത്തെ തലമുറയ്ക്ക് ഷേക്സ്പിയറുടെ ഇംഗ്ലീഷിൻ്റെ സൗന്ദര്യവും മനസ്സിലാവില്ല. ഡൊണാൾഡ് ട്രംപിൻ്റെ ഇംഗ്ലീഷിന് പിറകിലുള്ള ക്രൗര്യവും മനസ്സിലാവില്ല. ഭാഷ മനുഷ്യജീവിതത്തെയും അവരുടെ ധാരണകളെയും അതേപോലെ പ്രതിഫലിപ്പിക്കുന്നു. തെലുങ്കു നാട്ടിലെ വരൾച്ച കൊണ്ട് കഷ്ടപ്പെടുന്ന രായലസീമയിൽ ആരെങ്കിലും തെറ്റു ചെയ്ത പാപങ്ങളൊന്നും ദഹിക്കാനാവാതെ നീ വയറു പൊട്ടിച്ചാവും, നോക്കിക്കോ എന്ന് കഠോരമായി ശകാരിക്കും. എന്നാൽ ഗോദാവരി, കൃഷ്ണ നദീതീരങ്ങളിലെ ജനം നീ ചെയ്ത പാപങ്ങളൊക്കെയും ഭാവിയിൽ ഒരു ദിവസം ഫലമായി വീഴും, നോക്കിക്കോ എന്ന് പഴങ്ങളെ രൂപങ്ങളായി ഉപയോഗിച്ച് നയത്തിൽ ശകാരിക്കും. എന്തുകൊണ്ടെന്നാൽ സമൃദ്ധമായ മരങ്ങളുള്ള പ്രദേശമാണിത്. അവർ പറയുന്ന വാക്കുകളിൽ അവിടുത്തെ ജനതയുടെ ജീവിതവും പ്രാദേശികമായ സമ്പൽ സമൃദ്ധിയും ഒക്കെ കാണാവുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് ഒരു ഭാഷ പഠിക്കുക എന്നാൽ അതിലൂടെ ആ ജനതയുടെ സംസ്കാരത്തെ അറിയുക എന്നുകൂടിയാണ് അർത്ഥം എന്ന് പറയുന്നത്. ഒരു നാടിൻ്റെ വിചാരധാരയെ, ജീവിതത്തെ രേഖപ്പെടുത്തിയ അനേകം എഴുത്തുകാരെ അറിയാതെ കേവലം വ്യാപാരത്തിനു വേണ്ടി മാത്രം ഭാഷ പഠിക്കുന്ന മനസ്ഥിതി ഉള്ളതുകൊണ്ടാണ് നാം നമ്മുടെ അസ്തിത്വം തന്നെ കളഞ്ഞു കുളിച്ചിരിക്കുന്നത്. ഇംഗ്ലീഷ് ഭാഷയെ കവചമാക്കിക്കൊണ്ട് ആ ഭാഷ അറിഞ്ഞില്ലെങ്കിൽ പിന്നെ ജീവിതം തന്നെ വ്യർത്ഥമാണെന്ന് പേടിപ്പിക്കുകയാണ്. ബ്രിട്ടീഷുകാർ നമ്മുടെ നാടിനുമേൽ ആധിപത്യം സ്ഥാപിക്കാൻ ഉപയോഗിച്ചിരുന്ന ആയുധം അവരുടെ ഭാഷയായിരുന്നു. മനുഷ്യൻ ഏത് ഭാഷയാണോ സംസാരിക്കുന്നത് ആ നാടിൻ്റെ ആളായി മാറും എന്ന സത്യം അവർക്ക് നന്നായി അറിയാമായിരുന്നു. ഇളയച്ചൻ, ഇളയമ്മ, വല്യച്ഛൻ, അമ്മാവൻ എങ്ങനെ കൂട്ടുകുടുംബമായി ജീവിക്കുന്ന നമ്മുടെ സംസ്കാരത്തിൽ ഇല്ലാത്ത ഭാഷയെ ഒരു ചോദ്യം പോലും ചോദിക്കാതെ നമ്മുടെ വീട്ടിൽ അനുവദിച്ചതുകൊണ്ട് നമ്മുടെ ബന്ധങ്ങളെല്ലാം അങ്കിളും ആൻറ്റിയും ആയി തീർന്നിരിക്കുന്നു. ബന്ധങ്ങളുടെ സ്വപ്നങ്ങൾ നഷ്ടപ്പെടുന്നത് ബന്ധങ്ങൾ നഷ്ടപ്പെടുന്നത് പോലെ തന്നെയല്ലേ? ഇംഗ്ലണ്ടിൽ ജനിച്ച് വെയിൽ കാണാത്ത കുട്ടികൾ റെയിൻ റെയിൻ ഗോ എവേ എന്ന് പാടുമ്പോൾ അതിന് അർത്ഥമുണ്ടാകുന്നു. പക്ഷേ മഴയില്ലാതെ തടാകങ്ങളും പുഴകളും വറ്റിപ്പോയിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ മണ്ണിൻ്റെ മക്കൾ റെയിൻ റെയിൻ ഗോ എവേ എന്ന് പാടാമോ?
പാടാൻ പാടില്ല. നമ്മൾ മഴയില്ലാത്തൊരു കാലത്തിലേക്ക് പോകുന്നു എന്നാണ് പറയണത്. അവർ പാടേണ്ടത് എങ്ങോട്ട് പോകുന്നു മേഘമേ നിൽക്കുക, ഞങ്ങൾക്കു നാലിറ്റു വെള്ളം പകരുക എന്നല്ലേ. ജീവിതത്തിൽ ചില കാര്യങ്ങൾ ഒരു കാരണവശാലും മാറ്റാനാവില്ല. ഞാൻ പിറന്ന ജാതിയുമായി എനിക്ക് ഒരു ബന്ധവുമില്ല. അത് എൻ്റെ മേൽ വെറുതെ ചുമത്തപ്പെട്ടതാണ് എന്നതുകൊണ്ട് അതിനെ മാറ്റാം. പക്ഷെ ആർക്കും അവരുടെ മാതൃഭാഷയെ മാറ്റാനാവില്ല. അങ്ങനെ ആരെങ്കിലും ചെയ്താൽ അത് പെറ്റമ്മയെ മാറ്റുന്നത് പോലെയാവും. നമ്മെ വിഴുങ്ങുന്ന മൗനം പ്രകാശ് രാജിൻ്റെ ആണ്. നല്ല ഒരു കഥയാണിത്, നിങ്ങൾ വായിച്ചു നോക്കുക. മലയാളം ആയതുകൊണ്ട് കൂടുതലായിട്ടുള്ള എക്സ്പ്ലനേഷൻ്റെ ആവശ്യമില്ല, അതുകൊണ്ടാണ് വായിച്ചു പോയത്. നമുക്കില്ലേ പ്രവർത്തനങ്ങൾ നോക്കാം. മകൾക്ക് മാതൃഭാഷ അറിയാതിരുന്നത് ലേഖകനിൽ കോപവും ഉത്കണ്ഠയും നിറച്ചത് എന്തുകൊണ്ടായിരിക്കും? ലേഖകൻ മകളോടൊത്ത് പച്ചക്കറിക്കടയിൽ പോയ അനുഭവം വിവരിക്കുന്നുണ്ട്. അഭ്യസ്ത വിദ്യയല്ലാത്ത കച്ചവടക്കാരിയുടെ മുമ്പിൽ പച്ചക്കറികളുടെ ഇംഗ്ലീഷ് പേര് പറഞ്ഞത് കേട്ടപ്പോൾ ലേഖകന് ദേഷ്യം വന്നു. മകളെ മാതൃഭാഷ പഠിപ്പിക്കാതെ ഹിന്ദി, ഫ്രഞ്ച് തുടങ്ങിയ അന്യഭാഷകൾ പഠിക്കാൻ താല്പര്യമെടുത്തത് അവളുടെ അമ്മയാണ്. ഭാവിയിൽ മകൾക്ക് പ്രയോജനമുണ്ടാകുമത്. മാതൃഭാഷ നിർബന്ധമായും പഠിക്കണമെന്ന വിശ്വാസക്കാരനാണ് ലേഖകൻ. സ്വന്തം ഭാഷ വശമില്ലാതെ മറ്റേത് ഭാഷ അറിഞ്ഞിട്ടും കാര്യമില്ല. അതുകൊണ്ടാണ് ദേഷ്യം വന്നത്. അടുത്ത ചോദ്യം, മഴയില്ലാതെ തടാകങ്ങളും പുഴകളും വറ്റിപ്പോയിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ മണ്ണിൻ്റെ മക്കൾ റെയിൻ റെയിൻ ഗോയവേ എന്ന് പാടാമോ? അവർ പാടേണ്ടത് എങ്ങോട്ട് പോകുന്നു മേഘമേ നിൽക്കുക, ഞങ്ങൾക്കു നാലിറ്റു വെള്ളം പകരുക എന്നല്ലേ. ലേഖകന്റെ ഈ ചോദ്യങ്ങൾ നിങ്ങളിൽ ഉണർത്തുന്ന ചിന്തകൾ എന്തെല്ലാം? പ്രകാശ് രാജ് സൂചിപ്പിച്ചിരിക്കുന്ന ആശയത്തിന് ഏറെ പുതുമയുണ്ട്. ഓരോ നാട്ടിൻ്റെയും സ്വഭാവം, സംസ്കാരം, കാലാവസ്ഥ, ഭൂപ്രകൃതി മുതലായവയൊക്കെ പരിഗണിച്ചുകൊണ്ടായിരിക്കണം മാതൃഭാഷയിലൂടെ അവർക്ക് നൽകുന്ന വിദ്യാഭ്യാസവും. ഇവിടെയുള്ള പ്രാഥമിക ക്ലാസ്സുകളിലെ കുട്ടികൾ ഇംഗ്ലണ്ടിൽ ജനിച്ച് ഒരിക്കലും വെയിൽ കാണാത്ത കുട്ടികൾ പാടുന്ന റെയിൻ റെയിൻ ഗോയവേ എന്ന പാട്ട് പാടുന്നത് ഇന്ത്യൻ സാഹചര്യത്തിന് യോജിക്കുകയില്ല. ഇന്ത്യയിലെ കുട്ടികൾ നമ്മുടെ ചുറ്റുപാടുകൾക്കനുസൃതമായി പാടുകയും പറയുകയുമൊക്കെ ചെയ്താൽ മതി. വരൾച്ച കൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകൾ താമസിക്കുന്ന പ്രദേശത്തെ കുട്ടികൾ എങ്ങോട്ട് പോകുന്നു മേഘമേ നിൽക്കുക, ഞങ്ങൾക്ക് നാലിറ്റു വെള്ളം പകരുക എന്നു തന്നെയല്ലേ പാടേണ്ടത്? വളരെ കറക്റ്റാണല്ലേ. നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായങ്ങളുടെ ശൂന്യതയിലേക്കും അശാസ്ത്രതയിലേക്കും വിരൽ ചൂണ്ടുകയാണ് ലേഖകൻ ചെയ്യുന്നത്. അടുത്ത ചോദ്യം, എൻ്റെ മാതൃഭാഷ കന്നഡയാണ്, അത് പഠിക്കുക തന്നെ വേണമോ എന്ന ചോദ്യം എൻ്റെ ജീവിതത്തിൽ വന്നതേയില്ല. മുട്ടുകാലിൽ നടക്കുന്നത് പോലെ സ്വാഭാവികമായി സരളമായി ഞാനത് പഠിച്ചു. അടുത്തത്, എൻ്റെ മാതൃഭാഷ നല്ലവണ്ണം പഠിച്ചതുകൊണ്ട് തന്നെയാണ് മറ്റു ഭാഷകൾ വളരെ എളുപ്പം പഠിക്കാൻ എനിക്ക് കഴിഞ്ഞത്. ലേഖകൻ്റെ ഈ അഭിപ്രായങ്ങളോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? പ്രതികരിക്കുക. ലേഖകൻ ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്ന അഭിപ്രായങ്ങളോട് യോജിക്കേണ്ടിയിരിക്കുന്നു. മാതൃഭാഷ പഠിക്കുക തന്നെ വേണമോ എന്നൊരു ചോദ്യമേ ഉദിക്കുന്നില്ല. മുട്ടുകാലിൽ ഒരു കുട്ടി ഇഴയാൻ പഠിക്കുന്നത് സ്വാഭാവികമായിട്ടാണ്. അതേ സ്വാഭാവികതയോടെയാണ് മാതൃഭാഷ പഠിക്കേണ്ടതും. ലേഖകന് സ്വാഭാവികമായി മാതൃഭാഷ നന്നായി പഠിച്ചതുകൊണ്ട് തന്നെ മറ്റു ഭാഷകൾ പഠിക്കാൻ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല. തമിഴ്, കന്നഡ, തെലുങ്കു, മറാത്തി, ഇംഗ്ലീഷ് മുതലായ ഭാഷകൾ അനായാസം കൈകാര്യം ചെയ്യാൻ ലേഖകന് കഴിയും. മറ്റുള്ളവരുടെ നിർബന്ധത്തിന് വഴങ്ങി സ്വന്തമായി താല്പര്യമൊന്നുമില്ലാതെ അന്യഭാഷയിലൂടെ വിദ്യാഭ്യാസം നേടാൻ നിർബന്ധിതരാവുന്ന കുട്ടികളുണ്ട്. അവർക്ക് അന്യഭാഷ വശമാക്കാൻ ബുദ്ധിമുട്ട് നേരിടും എന്ന ലേഖകന്റെ അഭിപ്രായത്തിൽ കഴമ്പുണ്ട്. അടുത്തത്, അധിനിവേശ സംവിധാനം എന്താണ് ഞങ്ങളെപ്പോലുള്ള കെനിയൻ കുട്ടികളിൽ ചെയ്തത്? ഒരു വശത്ത് ഞങ്ങളുടെ ഭാഷകളെയും അവയുടെ സാഹിത്യത്തെയും ക്രമാനുഗതമായി അടിച്ചമർത്തുകയും മറുവശത്ത് ആംഗലേയത്തെയും അതിൻ്റെ സാഹിത്യത്തെയും ആകാശത്തോളം ഉയർത്തുകയും ചെയ്തതിൻ്റെ പ്രത്യാഘാതം വലുതായിരുന്നു. മനസ്സുകളുടെ അപകോളനീകരണം ഗൂഗി വാ തിയോങ്കോൻ്റെയാണ്. പ്രകാശ് രാജിൻ്റെ വരികളാണ് അടുത്തത്. ബ്രിട്ടീഷുകാർ നമ്മുടെ നാടിനുമേൽ ആധിപത്യം സ്ഥാപിക്കാൻ ഉപയോഗിച്ചിരുന്ന ആയുധം അവരുടെ ഭാഷയായിരുന്നു. മനുഷ്യൻ ഏതു ഭാഷയാണോ സംസാരിക്കുന്നത് ആ നാടിൻ്റെ ആളായി മാറുമെന്ന സത്യം അവർക്ക് നന്നായി അറിയാമായിരുന്നു. അപ്പോൾ ഇതിൽ മാതൃഭാഷയ്ക്ക് മേലുള്ള അധിനിവേശത്തിൻ്റെ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് രണ്ട് എഴുത്തുകാരുടെ നിരീക്ഷണങ്ങൾ താരതമ്യം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. ഗൂഗി വാ തിയോങ്കോ എന്ന
കെനിയൻ എഴുത്തുകാരൻ താൻ പഠിച്ചിരുന്ന ഇംഗ്ലീഷ് സ്കൂളുകളിൽ മാതൃഭാഷ നേരിട്ടിരുന്ന അവഗണനകളെക്കുറിച്ച് മനസ്സുകളുടെ അപകോളനീകരണം എന്ന പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കെനിയൻ ഭാഷയെയും സംസ്കാരത്തെയും സാഹിത്യത്തെയും അധിനിവേശ ശക്തികളായ ബ്രിട്ടീഷുകാർ ക്രമേണ അടിച്ചമർത്തുകയും ഇംഗ്ലീഷ് ഭാഷയെയും സാഹിത്യത്തെയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തിരുന്നു. അത്തരമൊരു സാഹചര്യത്തിൽ വിദ്യാഭ്യാസം നേടേണ്ടി വന്ന കുട്ടികളിൽ ആ അടിമത്തബോധം വേരുറച്ചു പോയിട്ടുണ്ടായിരുന്നു. സ്വാതന്ത്ര്യം നേടണമെന്ന ചിന്തയെപ്പോലും അടിച്ചമർത്താനുള്ള ഒരു ബ്രിട്ടീഷ് തന്ത്രമായിരുന്നു അത്. വേഷത്തിലും ഭാഷയിലും ഇംഗ്ലീഷുകാർക്ക് തുല്യരായ ഒരു തലമുറയെ വാർത്തെടുക്കുക എന്നതായിരുന്നു അവരുടെ ലക്ഷ്യം. പ്രകാശ് രാജ് പറയുന്നതും ഇതേ കാര്യം തന്നെയാണ്. നാടിനുമേൽ ആധിപത്യം സ്ഥാപിക്കാൻ ഏറ്റവും നല്ല ആയുധം ഭാഷയാണെന്ന് ബ്രിട്ടീഷുകാർ മനസ്സിലാക്കിയിരിക്കുന്നു. ഇംഗ്ലീഷ് ഭാഷയും സംസ്കാരവും പഠിക്കുകയും അനുവർത്തിക്കുകയും ചെയ്യുന്നവർ ആ നാടിൻ്റെ ആളുകളായി മാറുമെന്ന് മനസ്സിലാക്കിയിരുന്ന ബ്രിട്ടീഷുകാരുടെ അധിനിവേശ തന്ത്രം ഏറ്റവും വിജയിക്കുകയും ചെയ്തു. ഇനി നമുക്ക് അർത്ഥവ്യത്യാസം വിശകലനം ചെയ്യാനാണ്. കമ്പനിയുടെ അതിഥിയായി പോയിരുന്നു. ഇവിടെ ഇരുന്നു എന്ന പദം അല്ലേ, നമുക്ക് നോക്കാം അർത്ഥവ്യത്യാസം. ഇവിടെ ഒരു വാക്യത്തിലെ ഏറ്റവും പ്രധാന പദം ക്രിയയാണ്. മലയാളത്തിൻ്റെ പദഘടനയനുസരിച്ച് പൂർണ്ണക്രിയ വാക്യത്തിൻ്റെ ഒടുവിലാണ് വരാറ്. പൂർണ്ണക്രിയയിൽ നിന്നാണ് വാക്യത്തിൻ്റെ ആശയം വരുന്നത്. എന്നാൽ ചിലപ്പോൾ പൂർണ്ണക്രിയയ്ക്ക് ശേഷം മറ്റൊരു ക്രിയാപദം കൂടി ചേർക്കാറുണ്ട്. വാക്യത്തിൻ്റെ അർത്ഥത്തിന് കൂടുതൽ ബലം കൊടുക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ക്രിയയ്ക്ക് ശേഷം ചേരുന്ന ഇത്തരം പ്രയോഗങ്ങൾക്ക് ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ അർത്ഥമില്ല. ഇതിനെ അനുപ്രയോഗം എന്നാണ് വിളിക്കാറ്. താമസിച്ചിരുന്നത്, കാറിലെത്തിയിരുന്നു, കുടികൊള്ളുന്നുണ്ട്, ആയിത്തീർന്നിരിക്കുന്നു, ഇതെല്ലാം വേറെ എക്സാമ്പിളുകളാണ്. ഇനി നമുക്ക് പ്രഭാഷണമാണ്. ഭാവിയെക്കുറിച്ചുള്ള ഭയത്തിൻ്റെ തത്രപ്പാടിൽ നമ്മുടെ ഭാഷ മനസ്സിൽ നിന്ന് മാഞ്ഞു പോവുകയാണ്. മുകളിൽ നൽകിയ സൂചനയും പാഠഭാഗവും മാതൃഭാഷയോടുള്ള വർത്തമാനകാല സമൂഹത്തിൻ്റെ സമീപനവും വിമർശനാത്മകമായി വിലയിരുത്തി മാതൃഭാഷ നമ്മുടെ വേര് എന്ന വിഷയത്തിൽ പ്രഭാഷണം തയ്യാറാക്കുക. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ബഹുമാന്യരെ, പ്രിയപ്പെട്ട കൂട്ടുകാരെ, മാതൃഭാഷ നമ്മുടെ വേര് എന്നതാണ് ഇന്നത്തെ എൻ്റെ പ്രഭാഷണ വിഷയം. മാതൃഭാഷയുടെ മഹത്വം വിവരിക്കുന്ന കഥകളും കവിതകളും ലേഖനങ്ങളും ഒക്കെ നാം വായിച്ചിട്ടുണ്ടല്ലോ. നമ്മെ വിഴുങ്ങുന്ന മൗനം എന്ന പ്രകാശ് രാജിൻ്റെ ലേഖനമാണ് ഞാൻ അവസാനമായി വായിച്ചത്. മാതൃഭാഷയുടെ പ്രാധാന്യവും അത് പ്രാഥമികമായി പഠിച്ചിരിക്കേണ്ടതിൻ്റെ ആവശ്യകതയും ഊന്നി പറയുന്ന ആ ലേഖനം വായിച്ചപ്പോഴാണ് മാതൃഭാഷയുടെ മഹത്വത്തെക്കുറിച്ച് ഞാൻ കൂടുതൽ ബോധവാനായത്. മാതൃഭാഷയിലൂടെ വിദ്യാഭ്യാസം ഭാവിയെ പ്രതികൂലമായി ബാധിച്ചേക്കാമെന്ന് മിക്കവരും ഭയപ്പെടുന്നുണ്ടല്ലോ. ഇംഗ്ലീഷ് ഭാഷയിലൂടെയുള്ള വിദ്യാഭ്യാസത്തിന് മാത്രമേ മേൽഗതിയുള്ളൂവെന്ന് എല്ലാവരും ധരിച്ചു വച്ചിരിക്കുന്നു. സംവദിക്കുന്നതിന് വേണ്ടി മാത്രമുള്ളതാണ് മാതൃഭാഷ എന്നതാണ് പുതിയ തലമുറയുടെ കാഴ്ചപ്പാട്. മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തരാവാൻ വേണ്ടി മാതൃഭാഷയെ തന്നെ കൃത്രിമമാക്കി സംസാരിക്കുന്നതോ ഇംഗ്ലീഷ് പോലുള്ള അന്യഭാഷകൾ സംസാരിക്കുന്നതോ നമ്മുടെ സംസ്കാരശൂന്യതയുടെ അടയാളമാണെന്ന് നാം മനസ്സിലാക്കണം. സ്കൂളിലും വീട്ടിൽ പോലും മാതൃഭാഷയെ അകറ്റി നിർത്താനുള്ള നമ്മുടെ ശ്രമം അനുകരണീയമല്ല. മാതൃഭാഷ പഠിക്കാത്ത മക്കൾ ഒരു കുടുംബത്തിലുണ്ടെങ്കിൽ അവർ മറ്റുള്ളവർക്ക് അന്യരാണ് എന്നതാണ് വാസ്തവം. ഭാഷ കേവലം പദബന്ധമല്ല. ഭാഷയിൽ പ്രാവീണ്യമുണ്ടെന്ന് പറയുന്ന സ്വദേശികളിൽ പലർക്കും ഇംഗ്ലീഷ് സാഹിത്യത്തെക്കുറിച്ചോ ഇംഗ്ലീഷ് ദാർശനികരെക്കുറിച്ചോ ഒന്നും അറിയില്ല. തങ്ങളുടെ താൽക്കാലിക ആവശ്യങ്ങൾക്ക് മാത്രം ചില പദങ്ങളോ വാക്യങ്ങളോ പഠിച്ചതുകൊണ്ട് മാത്രം അവർക്ക് നന്നായി ഇംഗ്ലീഷ് ഭാഷ അറിയാമെന്ന് എങ്ങനെയാണ് പറയാൻ കഴിയുക? ചുരുക്കത്തിൽ മാതൃഭാഷ ജന്മനാ തന്നെ സ്വായത്തമാക്കുന്നതിനാൽ അതിൻ്റെ ഉപരിപഠനം നമുക്ക് വിഷമകരമായി തോന്നുകയില്ല. മാതൃഭാഷ നമ്മുടെ വേര് തന്നെയാണ്. നമ്മെ ഉറപ്പിച്ചു നിർത്തുന്ന, നമുക്ക് ജലവും ആഹാരവും നൽകുന്ന വേര്. അതിനെ തള്ളി പറയുന്നത് സ്വന്തം അസ്തിത്വത്തെ നിഷേധിക്കുന്നതിന് തുല്യമാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. എല്ലാവർക്കും നന്ദി. അപ്പോൾ നിങ്ങൾക്കിത് കൂട്ടാം, കുറയ്ക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാട്ടോ. അടുത്തത് ഡോക്യുമെൻ്ററി തയ്യാറാക്കാനാണ്. അത് നമുക്കിതിൽ ചെയ്യാൻ പറ്റില്ല, നിങ്ങൾ ചെയ്യേണ്ടതാണ്. അത് നമ്മൾ ഇവരോട് ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ക്ലാസ്സുകൾ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കുക, തുടർന്നും വാച്ച് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.